ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നാടൻ കിച്ചൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മടക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ റെസിപ്പി. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ വേണ്ടി വരും മടക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിന്ന് മടക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് മൈദ, 1 നുള്ളു ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി നമ്മൾ കളറിന് വേണ്ടിയിട്ട് ചേർക്കാണ്. ഇനി നമുക്ക് നല്ലതായിട്ട് ഇത് കുഴച്ചിട്ട് ഒരു ഡോ ആക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, കയ്യിൽ ഒന്ന് നെയ്യ് പുരട്ടിയിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കുക. അപ്പോൾ അതൊന്നും ഒട്ടൊന്നുമില്ല. നമ്മൾ ആ മാവിന്ന് ഇങ്ങനെ ബോൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് പരത്താം. കുറച്ച് മൈദയിൽ മുക്കിയിട്ട് ഇങ്ങനെ പരത്തിയെടുക്കണം. ഇപ്പം നമ്മൾ പരത്തി വെച്ചതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുക. നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കാം. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ അരിപ്പൊടി അരിപ്പൊടി നല്ലതായിട്ട് എല്ലാ കോർണേഴ്സ് സ്പ്രെഡായി പോകണം. ഇനി ഇത് മടക്കാം. അരിപ്പൊടി തേച്ചാൽ നമുക്ക് ഓരോന്നിങ്ങനെ ലേസായിട്ട് കിട്ടും, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒട്ടിപ്പോവും. അതുകൊണ്ടാണ് അരിപ്പൊടി ഇടുന്നത്. അപ്പം ഇനി ബാക്കിയുള്ള മാവെന്ന് ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് മടക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇത് ഒന്ന് കിച്ചൻ്റെ സ്ലാബിലും പരത്തിയിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു മാവ് ഉരുട്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുക. ഇങ്ങനെ പരത്തി കൊണ്ടുവരാം. കിച്ചൻ്റെ സ്ലാബിലാകുമ്പോൾ കുറച്ചുകൂടി വലുതായിട്ട് പരത്തിയെടുക്കാം നമുക്ക്. അത്രേ ഉള്ളൂ. നമ്മളിങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നെയ്യ് പുരട്ടാം.
സ്ഥലത്തും നല്ലതായിട്ട് തേച്ച് വരണം. എല്ലാ സ്ഥലത്തും നമ്മൾ നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി അരിപ്പൊടിയും അങ്ങനെ തന്നെ നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്യാം. എല്ലാ സ്ഥലത്തും ആവണം. നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. വേണ്ടിയില്ലേ, നല്ലതായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് പഞ്ചസാര പാനി ഉണ്ടാക്കാൻ. ഇനി 1 കപ്പ് പഞ്ചസാര ഇതിലിടാണ്. ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഇത് നല്ലതായിട്ട് മിക്സായി വരണം. നല്ലതായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കുറച്ച് കട്ടി കൂടിയിട്ട് ഏകദേശം ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവും, ഒട്ടുന്ന പോലെ കണ്ടോ. അപ്പം നമ്മൾ കുറച്ച് ഏലക്കായ പൊടി ഇടും. നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ ആ ഫുൾ മാവ് ഇങ്ങനെ പരത്തി മടക്കി ഇങ്ങനെ റോളാക്കി വെച്ചിട്ടുണ്ട്. ഈ മടക്കണ ടെക്നിക്കാണ് തോന്നുന്നു മടുക്ക് പറയണത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ പോവാം കേട്ടോ. അപ്പോൾ നമുക്കിത് മടക്കി വെച്ചത് ഇങ്ങനെ കഷ്ണമായിട്ട് കട്ട് ചെയ്യാം. ഇനിയാണ് ഇതിന്റെ ട്രിക്ക്. ഇങ്ങനെ പരത്തി കൊണ്ടുവരേണ്ടി വരും. ഇങ്ങനെ നമുക്ക് പരത്തിയെടുക്കാം. ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് പരത്തിയെടുക്കണം. ഇത് ഞങ്ങൾ മീഡിയം സൈസ് മടക്ക് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത്ര ചെറിയ കട്ട് ചെയ്തത്. നിങ്ങൾക്ക് വലുതായിട്ട് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കാം. പരത്തി കഴിഞ്ഞിട്ട് ഇതിൽ എണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം. ഒന്ന് എണ്ണ നല്ലതായിട്ട് ചൂടായി കിട്ടട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ മടക്കിടാം വറക്കാൻ വേണ്ടിയിട്ട്. പണ്ടൊക്കെ കടയിലെല്ലാം മടക്ക് കാണുമ്പോൾ തോന്നാറുണ്ടായിരുന്നു ഇതെങ്ങനെ ഉണ്ടാക്കുന്നുണ്ടാവും, ഇത്ര ഹാർഡാണ് ഇത് ഉണ്ടാക്കാൻ. പക്ഷെ ഇത് എൻ്റെ അമ്മ ഉണ്ടാക്കുമ്പോഴാണ് മനസ്സിലായത് ഭയങ്കര എളുപ്പമാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്കും ഇത് വീട്ടിലുണ്ടാക്കി എൻജോയ് ചെയ്യാം. കുട്ടികൾക്കാവുമ്പോൾ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഫ്രണ്ട്സ്, ചെറുതായിട്ട് കളറെല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഇത് വറുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഒരു ബാച്ച് കൂടി ഇതിലിടാം. അങ്ങനെ നിങ്ങൾക്ക് എല്ലാം വറുത്ത് ഇങ്ങനെ എടുക്കാം. ഭയങ്കര ഒരു ഈസിയുള്ള സ്നാക്സാണ്, ടേസ്റ്റിയുമാണ്. പിന്നെ കുട്ടികൾക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും പുതിയത് ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പോൾ ഒരു ദിവസം ഇതും ഉണ്ടാക്കി നോക്കാം ഫ്രണ്ട്സ്.
ഓക്കെ, അപ്പോൾ വറുത്ത് എടുത്തിട്ടുണ്ട് ഇത്. അപ്പോൾ അത് ശേഷം എന്താണ് പഞ്ചസാര പാവിൽ തേച്ച് കൊടുക്കണം. അപ്പോൾ കണ്ടോ, ഇത് ലെയർ ലെയർ പോലെ കാണില്ലേ നമുക്ക്. ഇനി അതിൻ്റെ മുകളിൽ പഞ്ചസാര പാവ് തേച്ച് കൊടുക്കണം. പിന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി മധുരം കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പഞ്ചസാര പാവിൽ മുക്കിയെടുക്കാം. ഇങ്ങനെ മുക്കിയെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചുകൂടി കൂടുതൽ പഞ്ചസാര പാവ് ഉണ്ടാക്കിയാൽ മതി. ഇങ്ങനെ മുക്കിയെടുക്കാം. കൂടുതൽ മധുരം ഉണ്ടാവും. പാകം മീഡിയം മധുരം വേണ്ട ആൾക്കാർ അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ എല്ലാ മടുക്കിന്റെ മുകളിൽ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മടുക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടോ എന്ത് നല്ല ക്രിസ്പിയാണ്. ഞങ്ങൾ ടേസ്റ്റ് ചെയ്യട്ടെ. അമ്മൂമ്മ ഒന്ന് ടേസ്റ്റ് ചെയ്യും. ശരിക്കും നല്ല രസമുണ്ട്. നല്ല മധുരവും എല്ലാം നല്ല പാകത്തിനുണ്ട്. നല്ല രസമല്ലേ അമ്മ? സൂപ്പർ. അപ്പൊ ഫ്രണ്ട്സ്, ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് കമന്റ് ചെയ്യാം.